ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ. പത്രമാറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഓടിച്ചു വിട്ടല്ലോ, മറ്റേ അനാമികേനെയും അനാമികയുടെ അച്ഛനമ്മയൊക്കെ ഓടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ജാനകി അങ്ങോട്ട് ചെല്ലുകയാണ് അനിയുടെ നേർക്ക്. അപ്പോൾ അനിയുടെ നേർക്ക് വന്നിട്ട് പറയും, നീ ജാനകിയും ജലജയും കൂടെയാണ് ചെല്ലുന്നത്, രണ്ടും കൂടെയാണ് ചെല്ലുന്നത്. അപ്പോൾ എന്നിട്ട് അനിയോട് തട്ടിക്കയറുക, പറയുക നീ മനഃപൂർവ്വമാണ് അവളെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ തിരിച്ചിങ്ങോട്ടനെ കൂട്ടിക്കൊണ്ട് വരും എന്നൊക്കെ പറയണേ ഇവളെ അനാമികേനെ. അപ്പോൾ പറയും, അവളെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടീനെ നീ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞാണ്, നിൻ്റെ മുന്നിൽ എൻ്റെ ബോഡി ഞാൻ തൂങ്ങി മരിക്കും, തൂങ്ങി ആടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയും, ഞാൻ ആരും ഇനി കൊണ്ടുവരുന്നില്ല, ആരെയും കൊണ്ടുവരാനും ഇല്ല, ആരെയും വിളിച്ചും കൊണ്ട് വരില്ല. ഇപ്പോൾ പോയോ ഒരുത്തിണ്ടല്ലോ, അവളെയും ഞാൻ വിളിക്കാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയും, നീ വിളിക്കണ്ടടാ, ഞാൻ വിളിച്ചോളാം എന്ന് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം. അപ്പോൾ പറയും, നീ ഇല്ലാത്ത കഥകളൊക്കെ പോയി മുത്തശ്ശൻ്റെ അടുത്ത് നിൻ്റെ നയനയെടുത്തി പറഞ്ഞിട്ടല്ലേ നീ അതൊക്കെ പോയി മുത്തശ്ശൻ്റെ അടുത്ത് പോയി പറഞ്ഞത് എന്ന് ചോദിക്കുക. പറയും, എന്നോടാരും പറഞ്ഞൊന്നുമില്ല, അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ പിന്നെ മുത്തശ്ശൻ്റെ അടുത്ത് പോയി പറഞ്ഞത്, അല്ലാണ്ട് നയനയെടുത്തി പറഞ്ഞൊന്നും അല്ല എന്ന് പറയും. അപ്പോൾ ജലജ പറയും, എന്താ ഇപ്പോൾ ഗോവിന്ദൻ്റെയും കനകയുടെയും പെൺമക്കൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഇവിടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെയാണ്. പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരും, നീ കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ജാനകി അനിയോട്. പക്ഷേ അനി അറിയാം, അമ്മ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, അമ്മ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് അപ്പച്ചിയും പിന്നെ അമ്മയും കൂടെ എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഇനിയെങ്കിലും ഞാൻ സമാധാനമായിട്ടൊന്ന് ജീവിച്ചോട്ടെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. പക്ഷേ ആ തളകി മകൻ്റെ സമാധാനം അല്ല വലുത്, ആ മരുമകളെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ജാനകി ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേണുവിൻ്റെ വീട്ടിൽ അനാമിക അങ്ങനെ നിൽക്കുക. അപ്പോൾ പറയും, എല്ലാ സ്വപ്നങ്ങളും തകർന്നു, നമ്മൾ ഇപ്പോൾ ഒന്നിച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ചെന്നത്, അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയായല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇങ്ങനെ പോയാൽ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക എന്നൊക്കെ ചോദിക്കുക. പറയും, ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇപ്പോഴും നിയമപ്രകാരം അവൻ്റെ ഭാര്യ തന്നെയല്ലേ മോള്, അപ്പോൾ നമ്മൾക്ക് ഇനി അവർ കേസിനും കാര്യത്തിനും പോവുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടപരിഹാരം അവർ നമുക്ക് തരുന്നത്, അത് വലിയ ഭീമമായ തുക തന്നെ വേണം താനും എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ പറയും, മൂർത്തി ഇടഞ്ഞു കഴിഞ്ഞാൽ ഇടഞ്ഞ പോലെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നൊക്കെ പറയണം അനാമിക കേട്ടോ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പോഴും നീ അവൻ്റെ ഭാര്യ തന്നെയല്ലേ, അതിനുള്ളതൊക്കെ ഞാൻ ചെയ്യും, നീ അവനവർ വെച്ച് പൊറപ്പിക്കില്ല, അവരെ ഞാൻ നാറ്റിക്കും, മൂത്ത മരുമകൻ്റെ പിന്നെ മൂത്ത മകൻ്റെ പേരക്കുട്ടിയുടെ ലീലാവിലാസങ്ങളൊക്കെ ഈ ലോകം മുഴുവൻ അറിയാനിരിക്കുന്നുള്ളൂ, ഞാൻ അവരെ കഴിയുന്നതും നാറ്റിക്കും, ഞാൻ അവരെ വട്ടം കറക്കും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് തന്തിയും തള്ളിയും മകളും കൂടെ അവിടെ കടന്ന് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ള ഇതിൽ തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ജലജ അബീനെ സ്ക്രൂ കൊടുക്കുക. അപ്പോൾ പറയും, ജലജ പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു ചാൻസാണ്, ഇത് വെറുതെ വിടാൻ പാടില്ല, ഇവനെ അവളെ അതായത് അനാമിക പറഞ്ഞൊരു ബോംബാണ്, ആ ബോംബ് നമ്മൾ മാക്സിമം തിളപ്പിച്ചെടുക്കണം, എന്നാൽ അവൾ പൊട്ടിത്തെറിച്ച് അതിൽ എല്ലാവരും പോവും, നശിക്കട്ടെ, ഈ അനന്തപുരി മുഴുവൻ നാറട്ടെ, ഈ നമ്മളോട് കാണിച്ചതിനൊക്കെ അനന്തപുരി നാറട്ടെ എന്നാണ് അബിയുടെ അമ്മയും കൂടെ പറയുന്നത്. ഇത്രയും നന്ദി കെട്ട രണ്ട് ജന്മങ്ങൾ, ഒന്നുമില്ലാത്തടത്തുനിന്ന് കൊടുന്ന് അവരെ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ട് ആ കുടുംബം തന്നെ നശിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്നിട്ട് പറയുക, ഞാൻ അവളെ പോയിന്ന് കാണട്ടെ അനാമികേനെ, എന്നിട്ട് ആദർശൻ്റെ പിന്നെ ലീലാവിലാസങ്ങളൊക്കെ ലോകം മുഴുവൻ അറിയട്ടെ, അവളെ ഞാൻ കയ്യിലെടുക്കും, ഞാൻ പിറകിൽ നിന്നിട്ട് അവൾക്ക് സ്ക്രൂ കൊടുക്കും, അപ്പോൾ അവൾ ചെയ്തോളും ബാക്കി കാര്യങ്ങൾ എന്ന് പറയുകയാണ്. പിന്നെ അറിയാം, എൻ്റെ മുന്നിൽ രണ്ട് പെൺകുട്ടികളാണുള്ളത്, ഒന്ന് അവൻ്റെ ഭാര്യ, അവൾക്ക് മാക്സിമം അവളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷം നിറച്ച് കൊണ്ടിരുന്നുണ്ട്, മറ്റവൾക്ക് സ്ക്രൂവും കൊടുത്ത് കൊണ്ടിരുന്നത്, എന്തായാലും അവളെ ഞാനൊന്ന് തിളപ്പിക്കട്ടെ എന്ന് പറയുകയാണ് അബി. അങ്ങനെ ശരി, അപ്പോൾ ജലജയ്ക്ക് സന്തോഷമായി. അപ്പോൾ എങ്ങനെയെങ്കിലും കലക്കൊള്ളത്തിൽ മീൻ പിടിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ അബി പോയിട്ട് അനാമികേനെ കാണുക, അനാമികയോട് സംസാരിക്കുന്നുണ്ട്, അനാമികയോട് പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഇത്രയും നാൾ ഞാനാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, നീ ഒരിക്കലും പറയരുത്. അബി പറയും, എൻ്റെ അവസ്ഥ തന്നെ നിനക്കറിയില്ലേ, നീ കാണുന്നില്ല എൻ്റെ അവസ്ഥ എന്ന് പറയും. അപ്പോൾ എനിക്കറിയാം അബേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്, പിന്നെ അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല, നിന്നെ അനന്തമൂർത്തിയും ഭാര്യയും കൂടെയല്ലേ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, പക്ഷേ അവിടെയാണ് പ്രശ്നം വരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും
പിന്നെ നീ ഇറങ്ങിക്കോ, ഞാൻ പിന്നിൽ തന്നെ ഉണ്ട്. പിന്നെ ആദർശിന് ഇതില്ലാത്തൊരു 3-4 ചാനലിൻ്റെ നമ്പർ ഞാൻ തരാം, നീ അവരെ വിളിക്കുക. എന്നിട്ട് അനന്തപുരിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ പുറലോകം അറിയട്ടെ, അങ്ങനെ ലോകം മൊത്തം അറിയട്ടെ എന്നൊക്കെ പറയണം. നീ എന്ത് വേണമെങ്കിലും ചെയ്തു, നിൻ്റെ കൂടെ എല്ലാത്തിനും കട്ടയ്ക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനാമികേനെ പിരികയറ്റി വിടുന്നുണ്ട് അബി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ ഓരോ പാർട്ടായിട്ടോ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് അനിയുടെ ഫ്രണ്ട്സിനെയാണ്. അനിയുടെ ഫ്രണ്ട്സ് അനിയനെ കാത്തിരിക്കും. ഇപ്പോൾ അവനായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അനി അങ്ങോട്ട് വരും. അപ്പോൾ പറയും, എന്താ പറ്റി വയ്ക്കുമ്പോൾ, എടാ എൻ്റെ ഫോൺ അമ്മ വാങ്ങി വെച്ചിരിക്കുകയാണ്, അത് തന്നെ എനിക്ക് ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരു നിവർത്തിയില്ല. ഇപ്പോൾ നന്ദുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും എനിക്ക് നിവർത്തിയില്ല. എന്തായാലും അവളെ അവിടുന്ന് വീട്ടിൽ നിന്ന് മുത്തശ്ശൻ അടിച്ചിറക്കിയെന്ന് പറയാം. എടാ ഫോണിൻ്റെ പ്രശ്നം, അപ്പം നിനക്കൊരു ഫോൺ വാങ്ങിക്കൂടെ, നീ എന്തിനാ അത് നോക്കിയിരിക്കുന്നത് എന്നറിയാം. പറയാം, ആടാ ഞാനതിന് തന്നെ വന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ പറയും, എന്തായാലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പോയി, ഇനി അവൾ അങ്ങോട്ട് തിരിച്ച് കയറില്ല, അത് ഉറപ്പാണ്. അത് മുത്തശ്ശൻ തന്നെയാണ് അതിൽ ഇടപെട്ടുന്നത്, അവളെ പോലെ ഒരു പെണ്ണിനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ അമ്മയാണ് അപ്പോഴും പ്രശ്നം എന്ന് പറയാം. എടാ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിന്നെ വീട്ടു തടങ്കിലാക്കുമോ നിൻ്റെ അമ്മ എന്ന് ചോദിക്കേണ്ട ഒരു കൂട്ടുകാരെ. അപ്പോൾ പറയും, അറിയില്ലടാ എന്താ ചെയ്യാന്ന്. ഇപ്പം ഇനി നന്ദുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എന്താ ഇപ്പോൾ വഴി വയ്ക്കുമ്പോൾ കൂട്ടുകാരൻ ഫോൺ എടുത്ത് കൊടുക്കുക. എടാ നീ ഇതൊന്ന് വിളിച്ചിട്ട് വിവരം വിവരം നീ വോയിസ് മെസ്സേജ് അയക്കുക എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനി വോയിസ് മെസ്സേജ് വിടുകയാണ്. പിന്നെ നന്ദുവിന് വോയിസ് മെസ്സേജ് വിടുന്ന സമയത്ത് നന്ദു ഒക്കെ കേൾക്കുന്നുണ്ട്. നന്ദുവിനോട് പറയുന്നുണ്ട്, എൻ്റെ ഫോൺ അമ്മ വാങ്ങി വെച്ചിരിക്കുകയാണ്, എനിക്ക് തരുന്നില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത, അനാമികേനെ മുത്തശ്ശൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇനി അവൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് വരില്ല നന്ദുവിന്, ഇപ്പോൾ നമ്മുടെ റൂട്ട് എന്തായാലും ക്ലിയറായി, നീ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ. സന്തോഷം തോന്നുന്നിട്ട് അവളിങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ സ്നേഹിച്ചത് അനീനെയല്ലേ, നീ അവനെ തന്നെ കല്യാണം കഴിക്കുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ അവളുടെ പ്രതിബിംബം അവളോട് സംസാരിക്കുന്ന പോലെ അവൾക്ക് തോന്നുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഈ ഗോവിന്ദനും കനകയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു, നയനമോള് വിളിച്ചിരുന്നു ഗോവിന്ദേട്ടാ, അനാമികേനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുത്രേ മൂർത്തി സാറ് എന്ന് പറഞ്ഞിട്ട്, മൂർത്തി സാറ് ഇറക്കി വിട്ടുത്രേ എന്നൊക്കെ പറഞ്ഞു. നന്നായി ഉള്ളത്, എന്തായാലും അത് വൈകിയില്ലല്ലോ, നന്നായി. അപ്പോൾ പറയാം, അവളെപ്പോലെ ഒരു പെണ്ണിനൊന്നും ആ വീട്ടിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല, അത്രയ്ക്ക് ഡേഞ്ചറാണ് അവളെ പറഞ്ഞു വിട്ട് എന്തായാലും നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പക്ഷേ എനിക്കതല്ല പേടി. ഇപ്പോൾ അന്നും ഞാൻ ആ ജോത്സ്യനെ കണ്ടപ്പോൾ ഇവൾക്ക് ഏതെങ്കിലും 1-2 ആലോചന ശരിയായിട്ടുണ്ട് എന്ന് നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ വേണ്ടി പോയപ്പോൾ പറയും, നിങ്ങൾ എന്ത് പണിയെ കാണിക്കണേ, ആ കുട്ടി സ്നേഹിച്ച ആളെ തന്നെയാണ് കല്യാണം കഴിക്കുള്ളൂ, മാത്രമല്ല അത് അവർ രണ്ടും മനസ്സുകൊണ്ട് ഇപ്പോൾ അവർ ഒന്നായിരുന്നു, ഇനിയിപ്പോൾ ഒരിക്കലും അവരെ പിരിക്കാൻ പറ്റുന്നതൊന്നും ഒന്നുമില്ല എന്നൊക്കെയാണ് ഇത്ര പറഞ്ഞത്. ഇതൊക്കെ കേട്ട് നന്ദു അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, നന്ദു ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്താ ഇനി ചെയ്യുക ഗോവിന്ദൻ ഇപ്പം എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, നമുക്ക് എന്തായാലും ഇത് പ്രോത്സാഹിപ്പിക്കണ്ട, അപ്പോൾ നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ഇതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട്, എന്തായാലും അവൾ അറിയണ്ട എന്നറിയാം. അപ്പോൾ ആ ജോത്സ്യൻ അതിനെ പറയാം, അയാളാണെങ്കിൽ പറഞ്ഞത് അച്ചട്ടാണേലും തെറ്റില്ല, ഒരു അണുവിട അങ്ങോട്ടും തെറ്റില്ല, അയാൾ പറഞ്ഞത് തന്നെയാണ് കറക്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇവരുടെ സംഭാഷണം കേട്ട് നന്ദു അപ്പുറത്തേക്കുണ്ട്. പിന്നെ തറവാട്ടിൽ അനന്തപുരിയിൽ മുത്തശ്ശൻ അനാമികയും ആ പയ്യനും കൂടെയുള്ള സീനുകൾ, അവൻ്റെ മടി കിടക്കുന്നതും ആ സീനുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്, എന്നിട്ട് മുത്തശ്ശിക്ക് കൊടുക്കണ്ട, മുത്തശ്ശി അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിട്ടാണോ നിങ്ങളിത് മിണ്ടാതിരുന്നത്, നിങ്ങളെന്തിനതൊക്കെ മിണ്ടാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, എങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ചെയ്ത് പോകാൻ പറ്റുമോ നോക്കട്ടെ എന്ന് വെച്ചിട്ടാണ് മുത്തശ്ശൻ ഞങ്ങളിത് മിണ്ടാതിരുന്നതെന്ന് അറിയണം ആദർശ്. ഇന്നല്ലെങ്കിലും അവൻ്റെ ജീവിതം തിരിച്ച് പിടിക്കാൻ വല്ല വഴിയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടുള്ളൂ പറയും. പക്ഷേ ഇങ്ങനത്തെ ഒരു പിന്നെ ഇപ്പോഴത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും പല ഇതുണ്ട്, എനിക്ക് ശരി തന്നെയാണ്. പക്ഷേ ബാലിയിൽ വിഷം കലക്കി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നമുക്ക് ഇനി ഈ കുടുംബത്തെ വേണ്ട, അവൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ കുടുംബത്തെ നിർത്തുന്നത്, ഇതൊക്കെ നേരത്തെ പറയേണ്ടതില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത്, എത്രയും വലിയൊരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറില്ലായിരുന്നോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നിന്ന് സംസാരിച്ച്, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവൾ ഇങ്ങോട്ട് ഇവിടെ വേണ്ട, ഇനി അതുമല്ല ഇനിയിപ്പോൾ എനിക്കൊരു പെണ്ണിനെ നോക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിലും അന്വേഷിച്ചിട്ട് മാത്രം മതി അവന് വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിക്കുക, അല്ലാണ്ട് അവനെക്കൊണ്ട് ഇപ്പോൾ ഒരു കല്യാണം കഴിപ്പിക്കേണ്ട, എങ്ങനെയെങ്കിലും ഇപ്പോൾ അവളെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി നോക്കുകയാണ്.
അപ്പോൾ പറയും മുത്തശ്ശ അതല്ല, ഇപ്പോൾ അവൾക്ക് അനാമികയ്ക്ക് നമ്മുടെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവൾ ഈ വലിയൊരു പ്രശ്നം ഉണ്ടാക്കില്ലേ, മീഡിയയിലൊക്കെ വിളിച്ച് ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളും പറയില്ലേ എന്ന് ചോദിക്കുകയാണ് നയന. അപ്പോൾ നയനോട് പറയും പറയുകയാണെങ്കിൽ പറയട്ടെ, ഇപ്പോൾ നാട്ടുകാരെ പേടിച്ച് നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒതുക്കി പോലീസ് വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പലതും കണ്ണടച്ച് വിട്ടിട്ടുണ്ട് നമ്മളിവിടുന്ന്. അപ്പോൾ അവസാനം ഒരു പൊട്ടിത്തെറിയിൽ എല്ലാവരും അറിയില്ലേ. അങ്ങനെയാണെങ്കിൽ അറിയണവരറിയട്ടെ, അതിൻ്റെ വരുമരായികളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി എന്തായാലും അവളോ അവനോ അവരുടെ ആ ഫാമിലി ഈ കുടുംബത്തിൽ കയറാൻ പാടില്ല എന്നിങ്ങനെ തീർത്ത് പറയുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ എന്താ പറയുക നമ്മളുടെ പത്തനംമാറ്റിൻ്റെ സ്റ്റോറി വന്നപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് അതുപോലെ തന്നെ എൻ്റെ ഞാൻ പറയുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ തന്നു.